എല്ലാത്തിനും കൊട പിടിക്കാൻ ടീച്ചർ എന്ന ഒരാൾ. പിള്ളേർക്കോ വിവരമില്ലെന്ന് വെക്കാം, അതുപോലാണ് അവരുടെ കാര്യം. ഒന്നുമില്ലേലും പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു വാദ്യാരല്ലേ അവര്. അതിന്റെ ഒരു പാകതയും പക്വതയും ഒക്കെ അവര് കാണിക്കണ്ടേ? ഓർത്തിട്ട് നാണക്കേട് കൊണ്ട് എന്റെ പുറം പൊളിയ. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഗീതേച്ചിയും വിപിയേട്ടനും അവിടെ ഉള്ളപ്പോഴേ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നതാ. വിപിയേട്ടൻ ഇവിടെ മാളുവിനെ അന്വേഷിച്ചു വന്നതുപോലെ ആ കുട്ടിയോട് ഒരു വാത്സല്യം തോന്നിയത് കൊണ്ട് ആ വക്കീൽ അതിനെ അവിടെ നിർത്തിയതാ. ഇതൊക്കെ വിപിയേട്ടന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിരുന്നു. ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് പോലും. നല്ല തമാശയായി പോയി. അരപ്പിരി ലൂസിനെ മുക്കാപ്പിരി ലൂസ് കൊണ്ടല്ലേ ചികിത്സിക്കുന്നത്. എന്റെ അശ്വതി, നീ മുരളിയൊക്കെ ഇത്ര പാവങ്ങളായി പോയല്ലോ. എന്റെ കൊച്ചെ, അതിനെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് കുടിവെച്ചേക്കുന്നതേ മറ്റു പല ഉദ്ദേശത്തോടെയാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. സംശയമല്ല, അതൊരു സത്യ. ആ കാര്യത്തിൽ ഗീതയ്ക്കും ടീച്ചറിനും ഒക്കെ പങ്കുണ്ട് താനും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് നിന്റെ കെട്ടിയോനും വഴിയേ മനസ്സിലായിക്കൊള്ളൂ. അന്നേരം പിന്നെ അമ്മ പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്നും പറഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കാതിരുന്നാ മതി. കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ട് വക്കീലെ. വേണമെങ്കിൽ ആ പയ്യനെതിരെ നമുക്ക് കേസ് കൊടുക്കാം. ശിക്ഷിച്ച അവന്റെ ഭാവിയെയും ജീവിതത്തെയും അത് ബാധിക്കുകയും ചെയ്യും. അത് അവനെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, അതും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ടീച്ചർ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ദയയും ദാക്ഷിണ്യമൊന്നും അവരെ ചിന്തിക്കുന്നേയില്ലല്ലോ. ഇതൊക്കെ ഒരു മിടുക്കായി കൊണ്ടു നടക്കുന്നവന്മാരാ ഈ കൂട്ടത്തിൽ പലരും. എന്നാലും നന്നാവാൻ ഒരവസരം നമ്മളായിട്ട് അവർക്ക് കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ. അതുകൊണ്ട് ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാൻ വക്കീലേ. ഇനിയൊരു ശല്യം അവന്റെയോ കൂട്ടുകാരുടെയോ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ ഒരിക്കലും ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതിലാർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. ആ, അതുപോട്ടെ, സർജറിയുടെ കാര്യം എങ്ങനെ വേണമെന്ന് നമുക്കൊരു തീരുമാനമാക്കണ്ടേ? എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇപ്പോഴും അത് തന്നെയാ ഡോക്ടർ താല്പര്യപ്പെടുന്നത്. പിന്നെ നമുക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാന്നാ ഡോക്ടർ പറയുന്നത്. മുന്നോട്ട് തള്ളിവെക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ടീച്ചറിന്റെ അഭിപ്രായം? അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. ഇനിയും 2 ആഴ്ചത്തെ മരുന്നും കൂടി ഉണ്ടല്ലോ. അതും കൂടി കഴിയുമ്പോഴേക്കും ആള് നല്ല സ്ട്രോങ് ആകും. പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ജോബിന് ഇവിടെ സ്ഥലത്തുണ്ടാവുമല്ലോ. അപ്പൊ എന്തു പറയുന്നു? അപ്പൊ നാളെ വേണമെങ്കിലും റെഡിയാ അല്ലേ അപ്പു? നാളെ അമ്മയിപ്പോ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാന്ന് വിചാരിക്കുക. ആ, അത് വേണം. ഗീതാ മാഡത്തിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. ഗീതയോട് ചോദിക്കുന്നതും അഭിപ്രായം എടുക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ അപ്പുവിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഗീതയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളിന്റെ ഒരു സ്വഭാവം വെച്ച് അവിടെയും മനസ്സുറക്കില്ല, ഇവിടെയും മനസ്സുറക്കില്ല. പിന്നെ അതിന്റെ പേരിൽ ടെൻഷനും ബിപിയും കയറ്റും. എന്തിനാ പാവത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഗീതാന്റി അങ്കിളിന്റെ കാര്യം നോക്കി ഹോസ്പിറ്റലിൽ നിന്നോട്ടെ. അപ്പുവിന്റെ കാര്യം നോക്കാൻ ഞാനും ഡേസി ആന്റി ഉണ്ടല്ലോ. പോരാത്തതിന് മാളു ആ സമയമാവുമ്പോ ഇങ്ങെത്തില്ലേ? ഇതെന്താ എല്ലാരും കൂടി ചേർന്ന് ഇത് ഉത്സവമാക്കാനുള്ള പരിപാടിയാണോ? അതെ, ഉത്സവാക്കണോ പെരുന്നാളാക്കണോ എന്നൊക്കെ ഞങ്ങൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ചോളാം. പേഷ്യന്റ് ഇങ്ങോട്ടൊന്നും മിണ്ടാ നിൽക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിച്ചോണ്ടാ മതി, അല്ല ടീച്ചറെ? പിന്നല്ലാതെ. അപ്പോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. നാളെ അപ്പോ അമ്മയെ കണ്ടിട്ട് വിളിക്കും. ശരി സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അപ്പോ? നാളെ അമ്മയും ബിപിയും കാണാൻ പോകുമ്പോ ആതിരയും കൂടി കൊണ്ടുപോയിക്കോട്ടെ? ഇതെന്താ പതിവില്ലാത്തൊരു അനുവാദം ചോദിക്കലൊക്കെ? ചേട്ടൻ സമ്മതിച്ചാലേ കൂടെ വരൂന്ന് ആതിര പറഞ്ഞതുകൊണ്ടാ. അതൊക്കെ ഇവളുടെ ഒരു നമ്പറല്ലേ അപ്പോ? ഇനി ഞാൻ പോണ്ടെന്ന് പറഞ്ഞാ ഇവള് വരാതിരിക്കും തോന്നുന്നുണ്ടോ? വക്കീൽ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാലോ.
എന്നാ ശരി ശരി ടീച്ചറെ. ആ. എന്നാ ചേട്ടൻ പോട്ടെ മോളെ. എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്കോ അത് ലോഡ്ജിലേക്കോ? വീട്ടിൽ പോയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ ആഴ്ച ലോഡ്ജിലങ്ങ് കൂടാന്ന് വിചാരിക്കുക. എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടാ. എനിക്കറിയാം, വീട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ നിനക്ക്. സാരമില്ല, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മുത്തിയമ്മ ഉണ്ടല്ലോ. ഇടയ്ക്ക് വേണമെങ്കിൽ അപ്പൂനും ടീച്ചറേയും കൂട്ടി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വേണ്ട ഏട്ടാ, ഈ അവസ്ഥയിൽ അതിനുള്ള മൂഡിലല്ല ആരും. അത് ശരിയാ, ഞാനത് ഓർത്തില്ല. നീ ചെല്ല്, ഞാൻ ഇറങ്ങാം. മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. എന്താ ഏട്ടാ? നമ്മുടെ ശേഖരമാമൻ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ശേഖരൻ മാമനോ? അയാളെന്തിനാ ചേട്ടനെ കാണാൻ വന്നത്? കാരണമൊക്കെ കേട്ടാ ബഹുരസാ. വരുന്ന ആഴ്ച നമ്മുടെ അമ്മയുടെ ശ്രാദ്ധമല്ലേ, അതിന് ക്ഷണിക്കാൻ വന്നതാ. അമ്മ മരിച്ചിട്ട് കൊല്ലം കുറച്ചായില്ലേ? എന്നിട്ട് ഇതുവരെ ആരും ശ്രാദ്ധത്തിനും വാവ് വിളിക്കുന്ന ക്ഷണിക്കാൻ വന്നില്ലല്ലോ. ചോദിക്കായിരുന്നില്ലേ ചേട്ടന്? അതൊക്കെ ഞാൻ ചോദിച്ചു. ആളിപ്പോ വലിയ പശ്ചാത്താപത്തിന്റെ ലൈനില്ല. ആയിക്കോട്ടെ, പക്ഷെ അതൊന്നും നമ്മളോട് വേണ്ടെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർമ്മം ചെയ്യാനും ഒക്കെ നമുക്കറിയാം. നിനക്കെപ്പോഴും മാമനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ? അത് ഈ ജന്മത്ത് മാറൂന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ചേട്ടന്റെ ജീവിതം തകർത്തതിന് ഞാൻ അയാളോട് ഒരിക്കലും ക്ഷമിക്കില്ല. പോട്ടെ മോളെ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നശിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ജീവിക്കുന്നില്ലേ നല്ല അന്തസ്സായിട്ട്. പണ്ട് നമ്മളോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ ഈശ്വരൻ ആവശ്യത്തിൽ കൂടുതൽ ശിക്ഷ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പറച്ചിലായിരുന്നു പുള്ളിക്കാരൻ. എന്നാലും ഞാൻ കൂടുതൽ അടുപ്പത്തിനൊന്നും നിന്നില്ല. അമ്മയുടെ ശ്രാദ്ധം കൂടാൻ ഞങ്ങൾ ഇനി ആ നാട്ടിലേക്കില്ലെന്ന് തീർത്തും പറഞ്ഞു. ഞാനങ്ങനെ മുഖത്തടിച്ചു പറയുമെന്ന് മാമനും കരുതിയില്ല. അത് കേട്ട് ആള് വല്ലാതെ ഡിസ്പൈ. ആയെങ്കിൽ കണക്കായിപ്പോയി. പോട്ടെ, എത്രയ്ക്കായാലും നമ്മുടെ കാരണവരുടെ സ്ഥാനത്തല്ലേ. ഓ പിന്നെ, കാരണവര് അയാള് മറ്റെന്തോ മനസ്സിൽ കണ്ട ചേട്ടനെ കാണാൻ വന്നത്, അത് ഉറപ്പാ. ഞാനും ആദ്യം അങ്ങനെയൊക്കെ സംശയിച്ചതാ. നമ്മുടെ പുളിപ്പറമ്പിലെ പ്രോപ്പർട്ടി ഇല്ലേ, ആ 12 സെന്റ്, കൂട്ടാധാരമായതുകൊണ്ട് അത് വിൽക്കണമെങ്കിൽ എൻ്റെ സൈൻ കൂടെ വേണം. പതിവില്ലാത്ത വിധം പ്രാരാബ്ദം സങ്കടമൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞാൻ കരുതിയത് വന്നത് എൻ്റെ ഒപ്പ് വാങ്ങാനാണെന്ന്. പക്ഷേ അതേക്കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. സംസാരിച്ചത് മുഴുവൻ നമ്മുടെ കുടുംബകാര്യങ്ങളായിരുന്നു. ഇപ്പോഴാണത്രേ ബന്ധങ്ങളുടെ വില മാമന് ശരിക്കും മനസ്സിലായത്. കുട്ടിഘോഷിച്ച് നടത്തിയ മോളുടെ കല്യാണം ഇപ്പൊ ഡിവോഴ്സിന്റെ വക്കിലാണ്. ഞാൻ അറിഞ്ഞിരുന്നു. ചേട്ടനോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. ആ അത് പോട്ടെ, പറയാൻ വന്ന അതല്ല. ശ്രാദ്ധത്തിന് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ആ ദിവസം ശേഖരമാമൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട, എനിക്കിഷ്ടമല്ല. പ്ലീസ് മോളെ, എത്രയ്ക്കായാലും നമ്മുടെ അമ്മാവനല്ലേ. ബലിയിടുന്നതും കർമ്മം ചെയ്യുന്നതൊക്കെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. ആള് വന്നോട്ടെ, വന്നിട്ട് ചടങ്ങ് കഴിഞ്ഞ് ആൾ അപ്പം തന്നെ ഇങ്ങ് പൊക്കോളും. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് സമ്മതിക്കുന്നു. ഓക്കെ, താങ്ക് യു ബേബി. 12-ാം തീയതിയാണ് ചടങ്ങ്. ആ ദിവസം നീ വീട്ടിലോട്ട് വരണം. വേണമെങ്കിൽ അപ്പനെയും കൂട്ടിക്കോ. നോക്കട്ടെ. ശരി, എന്നാ പോട്ടെ മോളെ. ചേട്ടാ, എന്താ മോളെ? അന്ന് നിളച്ചേച്ചിയും വരുമോ ശ്രാദ്ധത്തിന്? ആവോ, അറിയില്ല മോളെ, വരില്ലാന്ന് തോന്നുന്നു. പോട്ടെ.
രേണുക ടീച്ചറെ, എന്താ ഒരു ആലോചന? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയായിരുന്നു ഡോക്ടർ. ഞാനിത് എത്രാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്? 3 അതോ 4ാമത്തെ പ്രാവശ്യമോ? 4 സാധ്യത. 12 വർഷങ്ങൾ. അതിനിടയിൽ 4 പ്രാവശ്യം ഇവിടെ വന്നു. ഇനി എത്ര പ്രാവശ്യം കൂടി വന്നാലാണ് മഹി മരിച്ചു പോയെന്ന് എനിക്ക് എന്റെ മനസ്സിനെ പൂർണ്ണമായും വിശ്വസിപ്പിക്കാനാവുക? അത് രേണുക മനസ്സ് വയ്ക്കും പോലെ ഇരിക്കും. ശ്രമിച്ചാൽ ആ സത്യം മനസ്സിനെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി രേണുകയ്ക്ക് നാളെ തന്നെ ഇവിടുന്ന് മടങ്ങാം. ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ. പക്ഷെ പൂർണ്ണമായും എനിക്കതിന് സാധിച്ചെന്ന് വരില്ല. കല്യാണത്തിന് 2 നാൾ മുമ്പ് സുഹൃത്തുക്കൾക്ക് ബാച്ചിലേഴ്സ് പാർട്ടി നടത്താനിറങ്ങിയ മഹി തിരിച്ചു വരുന്നതും കാത്ത് ഞാൻ ഇപ്പോഴും ഉണർന്നിരിക്കാറുണ്ട്. അവനിനി വരാൻ പോകുന്നില്ലെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ എന്റെ മനസ്സിനെ ചൊല്ലി പഠിപ്പിച്ചതാ. എന്നാലും ഒരു കള്ളച്ചിരിയോടെ അവൻ വീട്ടിലേക്ക് കയറി വരുമെന്ന് ഞാൻ അടുത്ത നിമിഷം മുതൽ പ്രതീക്ഷിച്ചു പോവുക. അവൻ മരിച്ചുന്ന് ഞാൻ മറന്നു പോവുക ഡോക്ടർ. അതാ എന്റെ പ്രശ്നം. മറന്നു പോകുന്നു വല്ലാതെ. ഈ വരവിൽ മഹിയെ പോലെ ഇരിക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഒരു വിദൂര ചായയുള്ളൂ അയാൾക്ക്. പക്ഷെ ഞാനങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അതവനാണെന്ന്. എന്നെ പറ്റിക്കാൻ വേഷം മാറി നടക്കുകയാണെന്ന്. രേണുവയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ അറിഞ്ഞു. പണിക്കർ തന്നെ എന്നോട് പറഞ്ഞത്. രേണുവയുടെ ആ ഉറപ്പിച്ചുള്ള പറച്ചിലിൽ പാവം ആകെ കൺഫ്യൂഷനായി പോയി. അപ്പോ ശരിക്കും അയാൾ ആരാ ഡോക്ടർ? എന്തിനാ അയാൾ ഇവിടെ? വിജയ് പണിക്കർ എന്ന അയാളുടെ പേര്. ആളൊരു പാവ. പണിക്കരുടെ കഥയൊക്കെ ഞാൻ രേണുവയ്ക്ക് പിന്നീട് പറഞ്ഞുതരാം. വേണ്ട ഡോക്ടർ. അയാളുടെ പേര് പോലും അറിയേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുക. അയാൾ ആരാണോ എന്തിനാണോ ഇവിടെ വന്നതെന്ന് എനിക്കറിയണ്ട. ഇപ്പൊ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ചിലപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ വീണ്ടും എല്ലാം ഞാൻ മറന്നു പോവുക. പറ്റിയാൽ എനിക്ക് അയാളെടുത്തൊരു സോറി പറയണമെന്നുണ്ട്. അതിനെന്താ, നമുക്ക് പറയാലോ. അല്ല, രേണു കിടക്കുന്നില്ലേ? കുറച്ചു നേരം കൂടി ഞാനിവിടെ നിന്നോട്ടെ ഡോക്ടർ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഹലോ പണിക്കർ സാർ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. മാഡം ഇവിടെ കുളിക്കുക. പണിക്കർ സാർ എന്താ ഒരു വല്ലായ്മ പോലെ? സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, പണിക്കർ സാറിന് എന്തോ പറയാനുണ്ടല്ലോ. മടിക്കണ്ട, എന്നാച്ചോ പറഞ്ഞോളൂ. എനിക്കെന്നാ വീട്ടിൽ പോകാൻ പറ്റുന്നത്? ഇപ്പൊ എന്തിനാ വീട്ടിൽ പോകുന്നത്? പോണം, എനിക്ക് വീട്ടിൽ പോണം. ആദരമോളെ കാണണം. എനിക്ക് ആദരെ കാണണം. ആതിരെ കാണാം, കുറച്ചു ദിവസം കഴിയട്ടെ. അതുവരെ നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. എന്താ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല പണിക്കർ സാറിന്? ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എനിക്കിവിടെ വല്ലാതെ ബോറടിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? പണിക്കർ സാറിന് ഇവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലാഞ്ഞിട്ട്. എന്താ ആരോടും മിണ്ടാ നടക്കുന്നേ? അത് പിന്നെ ആരും എന്നോട് സംസാരിക്കാൻ വരാറില്ല. അതാണോ ഇത്ര വലിയ പ്രശ്നം? ഇങ്ങോട്ട് സംസാരിക്കാൻ വരാത്തവരുടെ അടുത്ത് പണിക്കർ സാർ അങ്ങോട്ട് ചെന്ന് സംസാരിക്കണമെന്നേ. എന്താ അങ്ങനെ ചെയ്യാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, എന്നാലും എന്നാലും ഇല്ല. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന സാറിന് ഇനി ഞാൻ അതിന് ടിപ്സ് പറഞ്ഞു തരണോ? അല്ല, ഇവിടെ ഉള്ളവർക്ക് പണിക്കർ സാർ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ എന്താ?
ക്ലാസ് എടുക്കാൻ എനിക്കിഷ്ടം. ആ, വെരി ഗുഡ്. സാറിൻ്റെ ക്ലാസ് എനിക്കും ഒന്ന് അറ്റൻഡ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു അരമണിക്കൂർ സമയം സാറിൻ്റെ ക്ലാസ് ആയാലോ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നേ. ആ, ഇഷ്ടമാ. അപ്പൊ പണിക്കർ സാറിന്റെ ബോറടിയും മാറും, ഞങ്ങൾക്ക് ഇത്തിരി ആത്മവിശ്വാസവും കിട്ടും. എന്താ? എനിക്ക് സമ്മതമൊക്കെയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടാവോ? ഇഷ്ടാവോ നമുക്ക് ചോദിച്ചു നോക്കാം. ബാ, നമുക്ക് ഒരാളോട് ഇപ്പൊ തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോ അത് ഗീത, മാഡം കുളിക്കട്ടെ, കുളി കഴിഞ്ഞ് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇങ്ങ് വരാം. ബാ. ടീച്ചറെ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോ? രേണുവയ്ക്ക് ഒരു അബദ്ധം പറ്റിയത് എന്നോട് പറഞ്ഞിരുന്നു. അതിന് പണിക്കരോടൊരു സോറി പറയാൻ അവസരം നോക്കി നടക്കുക. സോറി, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്കത് മനസ്സിലായി. കേട്ടോ രേണുക, പണിക്കർ സാർ അസലൊരു മോട്ടിവേറ്ററാ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. രേണു എന്ത് പറയുന്നു? അത് നല്ല കാര്യമാണ് ഡോക്ടർ. എന്നെ പോലുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യുമെന്നാ തോന്നുന്നേ. കണ്ടോ, ഇപ്പൊ പണിക്കരുടെ പേടിയും സംശയമൊക്കെ മാറിയേ. ടീച്ചറുടെ അഭിപ്രായം തന്നെയാ ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് ക്ലാസ് ധൈര്യമായി തുടങ്ങാം. അപ്പോ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അല്പം തിരക്കില്ല. ഓക്കെ? അല്ല, ഉണ്ടോ? രേണുയുടെ സ്ഥലം എവിടെയാ? അടൂര്. ഓ, അടൂരാണോ? അവിടേക്ക് അറിയോ സാറിന്? അങ്ങനെ അത്ര പരിചയമൊന്നുമില്ല. എന്നാലും ഒരുപാട് പ്രശസ്തരുള്ള നാടല്ലേ. സിനിമയിൽ തന്നെ എത്ര പേരാ. സിനിമയിലല്ലാത്ത പ്രശസ്തരും ആ നാട്ടിലുണ്ട്. ഉണ്ടാവാം, സമ്മതിക്കുന്നു. എന്നാലും ആർട്ട് ഫോം ആണല്ലോ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊട്ടെ, ടീച്ചർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? സ്കൂളിലാണോ അതോ? ഞാൻ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഒരു MEd ഉള്ളതുകൊണ്ട് ഡോക്ടർ എനിക്കൊരു ടീച്ചർ സ്ഥാനം തന്നൂന്നേ ഉള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ക്ലാസ് തുടങ്ങുന്ന കാര്യം ഡോക്ടർ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? അറിയില്ല. ഇനി ചിലപ്പോ ടീച്ചർക്ക് ഫ്രീ ആയ ഒരു ടീച്ചർ പോസ്റ്റ് തന്ന പോലെ ഒരു മോട്ടിവേറ്റർ പോസ്റ്റ് എനിക്ക് തന്നാണെന്ന് അറിയില്ലല്ലോ. VP, എന്താ VP എന്നോട് പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അങ്ങനെ ചെയ്യരുതെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഡോക്ടറോടൊപ്പം വന്നതാ. എന്നെ പരിചയപ്പെടുത്താൻ ഡോക്ടർ കൊണ്ടുവന്നതാ. ഡോക്ടർ എവിടെ? ഡോക്ടർ പോയി. പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ? വാ, ഇനി ബാക്കി പരിചയപ്പെടലൊക്കെ പിന്നെ ആവാം. വാ. ഗുഡ് നൈറ്റ്. എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. ഇങ്ങനൊരു കഥാപാത്രത്തെക്കുറിച്ച് തന്നിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. സത്യം പറയടോ, ഈ ശേഖരമാമൻ തന്റെ നന്ദേട്ടന്റെ വെറുമൊരു സാങ്കല്പിക സൃഷ്ടിയല്ലേ? എന്താ അങ്ങനെ തോന്നാൻ? തോന്നാൻ കാരണം ഇത് തന്നെ. ഈ ശേഖരമാമനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ ഒരാളെ കുറിച്ച് ഇനി ഒരിക്കലും പറയേണ്ടി വരരുതെന്ന് ഞാനും ആഗ്രഹിച്ചതാ. അതെന്താ? തന്റെ അച്ഛനേക്കാൾ വില്ലനായിരുന്നോ ഈ അമ്മാവൻ? അയാൾ ദുഷ്ടനായിരുന്നു. എന്നെ എന്റെ ചേട്ടനെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെന്താ അയാൾ ഇപ്പൊ സ്നേഹം നടിച്ച് അടുത്തുകൂടാൻ വരുന്നേ? അതെന്തിനു വേണ്ടിയാന്ന് എനിക്കറിയില്ല അപ്പു. അയാള് കാരണമാ എന്റെ നന്ദേട്ടന് ഒരു ജീവിതം ഇല്ലാതായത്. ഓ, ഇപ്പൊ മനസ്സിലായി. നന്ദൻ സാർ സ്നേഹിച്ചിരുന്ന കുട്ടിയുടെ അച്ഛൻ ഈ അമ്മാവനായിരുന്നല്ലേ? തന്റെ കാര്യം അറിഞ്ഞപ്പോ അമ്മാവൻ മകളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അതല്ലേ സംഭവിച്ചത്? അതെ. അത് അപ്പുനെങ്ങനെ? ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിച്ചെടുക്കാൻ അധികം തലപുണ്ണാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളെ പോലൊരാളൊരു ഫാമിലിയിൽ ഉണ്ടായാ പിന്നെ എത്ര അടുത്ത ബന്ധുക്കൾക്കും അയിത്തം കൽപ്പിക്കാൻ മടിയൊന്നും ഉണ്ടാവില്ല. അതെ.